ഹല്ലേലൂയ. ആമേൻ. പാട്ടുകാരിങ്ങനെ പാട്ട് എഴുതി. ശാശ്വതമായ നാട്ടിൽ, മാറ്റമില്ലാത്ത നാട്ടിൽ, കർത്തനൊരുക്കുന്ന ഭവനവും ഇരിക്കാൻ അവിടെ നാം ചെന്നു ചേരും. കർത്തനൊരുക്കുന്ന ഭവനവും ഇരിക്കാൻ അവിടെ നാം ചെന്നു ചേരും. ശാശ്വതമായ നാട്ടിൽ, മാറ്റമില്ലാത്ത നാട്ടിൽ, കർത്തനൊരുക്കുന്ന ഭവനവും ഇരിക്കാൻ അവിടെ നാം ചെന്നു ചേരും. കർത്തനൊരുക്കുന്ന ഭവനവും ഇരിക്കാൻ അവിടെ നാം ചെന്നു ചേരും. വസ്ത്രങ്ങളോ വസ്ത്രങ്ങളോ പെരുകി വന്നാൽ അവർ എന്നെ ജയിക്കയില്ല. വസ്ത്രങ്ങളോ വസ്ത്രങ്ങളോ പെരുകി വന്നാൽ അവർ എന്നെ കവിയുകില്ല. യേശുവിന്റെ നാമം ഇരിക്കുന്ന നാമം, ജയം തരുന്ന നാമം. യേശുവിന്റെ നാമം ഇരിക്കുന്ന നാമം, ജയം തരുന്ന നാമം. യേശുവിന്റെ നാമം ഇരിക്കുന്ന നാമം, സർവ്വനാമം നാമം. യേശുവിന്റെ നാമം ഇരിക്കുന്ന നാമം, എന്നും ജയം തരുന്ന നാമം. ഹല്ലേലൂയ. ഇമ്പനാമം എന്നും ജയം തരുന്ന നാമം. ശാശ്വതമായ നാട്ടിൽ, മാറ്റമില്ലാത്ത നാട്ടിൽ, കർത്തനൊരുക്കുന്ന ഭവനവും ഇരിക്കാൻ അവിടെ നാം ചെന്നു ചേരും. കർത്തനൊരുക്കുന്ന ഭവനവും ഇരിക്കാൻ അവിടെ നാം ചെന്നു ചേരും. അവിടെ നാം ചെന്നു ചേരും. അവിടെ നാം ചെന്നു ചേരും. അവിടെ നാം ചെന്നു ചേരും. ഹല്ലേലൂയ. ആമേൻ. ഹല്ലേലൂയ. ആമേൻ. ഇവിടായിരിക്കുന്നിടത്തോളം കാലം നീ രണ്ട് നില കെട്ടിടം വെക്കണ്ട. ആമേൻ. ഹല്ലേലൂയ. ഹല്ലേലൂയ വെച്ചവരുമുണ്ട്. ഞാനതിന് വിരോധം പറയുമല്ല. ഹല്ലേലൂയ. ദൈവത്തെ വിളിക്കുന്ന ദൈവവേദനെ നിനക്ക് വേണ്ടി ശാശ്വതമാകുന്നൊരു പട്ടണം വന്നിട്ടുണ്ട്. ഹല്ലേലൂയ. ഹല്ലേലൂയ. ചിലർ പറയും എറണാകുളം പട്ടണമാണ് ഏറ്റവും നല്ലത്. ഹല്ലേലൂയ. 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 എങ്കിൽ ശാശ്വതമാകുന്നൊരു ഭവനം ദൈവത്തെ വിളിക്കുന്ന ദൈവവേദനെ നിനക്ക് വേണ്ടി ഒരുക്കിയിട്ടുണ്ട്. ഹല്ലേലൂയ. ഹല്ലേലൂയ. ശാശ്വതമാകുന്ന കുറെ പ്രതിഫലം നിനക്ക് വേണ്ടി ഒരുക്കിയിട്ടുണ്ട്. ആമേൻ. ഹല്ലേലൂയ. ഹല്ലേലൂയ. ലോകത്തിലെ GMC എടുക്കണ്ട നീ. ഹല്ലേലൂയ. ലോകത്തിലെ ബെൻസുകാർ എടുക്കണ്ട നീ. ദൈവത്തെ വിളിക്കുന്നവനാണോ നീ? നിനക്ക് വേണ്ടി ശാശ്വതമാവുന്ന ഒരു ഭവനം ഉണ്ടായിട്ടുണ്ട്. ഹല്ലേലൂയ. അതുകൊണ്ട് കർത്താവിനെ സ്തുതിച്ചാട്ടെ. ആമേൻ. ഹല്ലേലൂയ. ഒരു പക്ഷേ അപ്പനും അമ്മയും നിന്നെ വെറുതെ നിൽക്കുകയാണ്. ഹല്ലേലൂയ. ഹല്ലേലൂയ. സഹോദരന്മാർ നിന്നെ കൈവിട്ടെന്നിരിക്കാം. ആമേൻ. ഹല്ലേലൂയ. എങ്കിൽ കർത്താവിന്റെ മുഖത്തേക്ക് നോക്കി നിന്റെ മുഖം ലജ്ജിക്കുവാൻ സമ്മതിക്കുന്നവനല്ല. ആമേൻ. ഹല്ലേലൂയ. ആമേൻ. ദാവീദിന്റെ ചെറു പ്രായത്തിൽ അവന്റെ ഡ്യൂട്ടി എന്തായിരുന്നു? അപ്പന്റെ തള്ളയാടുകളെ മേയ്ക്കുക. അതത്രയും അവന്റെ ഡ്യൂട്ടി. ഹല്ലേലൂയ. ദൈവവേദന കേൾക്കണം. അവന്റെ ബാക്കിയുള്ള എല്ലാ സഹോദരന്മാരും കട്ടാരങ്ങളിൽ മെത്തൽപ്പായിൽ സ്തുതിച്ച് കിടക്കുമ്പോ ദാവീദ് മാത്രം ആ കാട്ടിൽ അപ്പനെ തള്ളയാടുകളെ മേയ്ക്കൊണ്ടിരിക്കുന്നു. ആടുകൾ സ്വർണ്ണക്കേട് കാണിക്കുമ്പോൾ അതിനെ അടിച്ച് നല്ല വഴി അതിനെ ഉപദേശിച്ചു വിടുക. കോലെന്തിനാ?
ഇനി വിശക്കുമ്പോൾ അതിന് ആഹാരങ്ങൾ. ആ കുഞ്ഞു ബാലനെ ഇടയച്ചെറുക്കന് എത്തത്തില്ലെങ്കിൽ എത്തിപ്പിച്ച് ചായച്ചു കൊടുക്കാനായിട്ടാണത്. അമ്മ അപ്പോൾ കോലുണ്ടാകുമ്പോ മനസ്സിലായിക്കോണം ഇടയൻ ചെറുതാണ്. ഇല്ലെങ്കിൽ പിന്നെ ഇടയൻ എന്തിനാ കോല്? ചെറിയ ഇടയനാണ് കോൽ അത്യാവശ്യം. കാരണം ആഹാരങ്ങൾ ചായച്ചു കൊടുക്കുക അല്ലല്ലോയ്യ. അപ്പോൾ അതുകൊണ്ട് നമുക്ക് മനസ്സിലാകും ദാവീദ് ചെറു ബാലനാണ്. അമ്മ ആ കൂട്ടി ബാലൻ, ആ ഇടയച്ചെറുക്കനെ അടുക്കളെ മേയ്ക്കാനായി പോകുമ്പോ അല്ലല്ലോയ്യ അവൻ പറഞ്ഞു, എനിക്ക് കിന്നരം വേണം, എനിക്ക് കിന്നരം തരാൻ ഞാൻ ഇവിടുന്ന് പോകില്ല. അല്ലല്ലോയ്യ കിന്നരം മേടിച്ചുകൊണ്ടാവും പോകാൻ പോകുമ്പോൾ വെറുതെ കുറെ സൗണ്ട് മാത്രം, ഒരഭിഷേകവും ഇല്ലാത്ത കിന്നരത്തിൽ അഭിഷേകമുള്ള ദാവീദ് തൊട്ടപ്പോൾ കിന്നരം അഭിഷേകമുള്ളവനായി. ഹല്ലേലൂയ ഹല്ലേലൂയ. കിന്നരം എന്താ? ഇന്നത്തെ അച്ഛന്മാർക്കും ചേച്ചിമാർക്കും അറിയാവുന്നത് ഓർഗനും കിട്ടാതെ ഉള്ളൂ. കിന്നരം എന്താണെന്ന് അവർക്ക് അറിയത്തില്ല. ഹല്ലേലൂയ ഹല്ലേലൂയ. ഇന്നത്തെ ഏറ്റവും വലിയ, എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഓർഗനെക്കാട്ടിലും ഹല്ലേലൂയ ഓർഗനെ പോലെ തന്നെ അന്ന് ഉപയോഗമുള്ള വളരെ ഇന്നത്തെ ഓർഗനെ പോലെ തന്നെ അന്നത്തെ എന്തുവാ? കിന്നരവാ. അമ്മ അഭിഷേകത്താല വായിക്കുമ്പോൾ ഹല്ലേലൂയ 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 ഹല്ലേലൂയ. ദാവീദ് അഭിഷേകമുള്ളവൻ, അഭിഷേകമുള്ള ആ കിന്നരത്തിൽ അത് വായിക്കുമ്പോൾ തന്നെ ഹല്ലേലൂയ അവിടെ നിൽക്കുന്ന ആടുകൾക്ക് തന്നെ ഒരു അനുഗ്രഹമാകും. അമ്മ ചാഞ്ഞു കയറി പിടിച്ചൊക്കെ ഇരുന്ന് അവൻ കിന്നരം എടുത്ത് വായിക്കാൻ പറഞ്ഞു. കിന്നരം എടുത്ത് മനോഹരമായ പാട്ടുകൾ വായിച്ചുകൊണ്ടിരിക്കുമ്പോൾ ആളുകൾ കരയാൻ തുടങ്ങി. ആളുകൾ കരയാൻ തുടങ്ങി. അമ്മ എന്റെ കാര്യം നല്ലോണം ആളുകൾ കരയുന്നു കാണിക്കാൻ കഴിവുള്ള അച്ഛന്മാരെ എല്ലാവരും ഇരിക്കുന്നു. അമ്മ അമ്മ ആടുകൾ കരയുന്നു. നോക്കിയപ്പോൾ സിംഹം കരടിയോണ്ട് നേരെ നിൽക്കുന്നു. പെട്ടെന്ന് കരടിയെ അടിച്ചു വന്നു, സിംഹത്തെ വലിച്ചു കീറി. എങ്കിൽ അന്നത്തെ ഇന്നത്തെയുമായിട്ട് ഓപ്പോസിറ്റാ. ഇന്നത്തെ ഇടയന്മാരെ പിടിക്കാൻ വന്ന ആടുകളെ ഇട്ട് കൊടുത്തിട്ട് ഇടയന്മാരുടെ ജീവൻ രക്ഷിക്കും. പക്ഷെ അന്നത്തെ ഇടയൻ അങ്ങനെയല്ല. ആ ഇടയന്റെ പ്രാണൻ വരെ ഹല്ലേലൂയ കളഞ്ഞുകൊണ്ടാണ് തന്റെ ആടുകളെ താൻ രക്ഷിക്കുന്നത്. ഹല്ലേലൂയ. അതുകൊണ്ടാണ് ദാവീദ് 23-ാം സങ്കീർത്തനത്തിൽ പറഞ്ഞിരിക്കുന്നത്, യഹോവയുടെ നല്ല ഇടയനാകുന്ന എനിക്ക് മുട്ടുണ്ടാക്കിയില്ല. യഹോവ നല്ല ഇടയനാണെങ്കിൽ മുട്ടുണ്ടാകത്തില്ല. ഹല്ലേലൂയ ഹല്ലേലൂയ. അതല്ല പിന്നെയോ ഒരു പ്രയാസവും ഒരു പ്രതികൂലവും ഒരു ശത്രുവിനെ കട്ടും എന്റെ നേരെ വരികയില്ല. ആമേൻ. വിളിക്കുന്ന അച്ഛന്മാരോട് എല്ലാവരോടും ചോദിച്ചാല് ഏതെങ്കിലും ഒരു വാക്യം പറഞ്ഞാൽ അവര് ഏറ്റവും ആദ്യമായി പറയുന്ന ഒരു വാക്യമാ, യഹോവയുടെ ഇടയനാകും എനിക്ക് മുട്ടുണ്ടാകുകയില്ല. എനിക്ക് വേദപുസ്തകത്തിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട വാക്യം അതാണ്. ആമേൻ. യഹോവ ഇടയനാണെങ്കിൽ എന്തിനാ നീ പേടിക്കുന്നത്? ആമേൻ ആമേൻ ആമേൻ. ദാവീദിന് ചില ആളുകളെ ദൈവം കൊടുത്തു. ആമേൻ. ദാവീദിന്റെ ഇടയനാ. എങ്കിൽ ദാവീദിന്റെ ഇടയൻ ഒരുവനുണ്ട്, അവനാണ് യഹോവ. ആമേൻ. പ്രായത്തിലെ ആമേൻ താനിങ്ങനെ കിന്നരം വായിച്ചുകൊണ്ട് അഭിഷേകത്താൽ പാടുകയാണ്. ആമേൻ. അഭിഷേകം എന്താ? സിംഹത്തെ കാണുമ്പോൾ 1 കിലോമീറ്റർ ദൂരം മാറി നിൽക്കുന്നതല്ല അഭിഷേകം എന്ന് പറയുന്നത്. ആമേൻ. ഹല്ലേലൂയ. കരടിയെ കാണുമ്പോൾ മരത്തിന്റെ മണ്ടയ്ക്ക് കയറുക എന്നുള്ളതല്ല അഭിഷേകം എന്ന് പറയുന്നത്. പിന്നെയോ അതിനെ പോരാടി ജയിക്കുക എന്നുള്ളതാണ് അഭിഷേകം എന്ന് പറയുന്നത്. ഹല്ലേലൂയ. നീ അഭിഷേകമുള്ളവനാണോ? നിന്റെ നേരെ സിംഹം കടന്നു വരും, നിന്റെ നേരെ കരടി കടന്നു വരും. ഹല്ലേലൂയ. ദൈവവൈദ്യനെ നീ ഭയപ്പെടേണ്ട. സിംഹത്തെ സൃഷ്ടിച്ച യഹോവയ്ക്ക് അറിയാം നിന്റെ കാര്യങ്ങൾ എങ്ങനെയൊക്കെ മുന്നോട്ട് പോകണം. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. നമ്മളിങ്ങനെ ആയിരിക്കുമ്പോൾ താൻ ചിന്തിച്ചു, കുറച്ചു നാൾക്ക് മുമ്പ്
എന്റെ സഹോദരന്മാരെല്ലാവരും എന്നെ ഒന്ന് കാണുമായിരുന്നു. പക്ഷെ ഇപ്പോഴെന്താ ഒരു വിവരവും ഇല്ലല്ലോ. ഒട്ടേറെ ആൾക്കാരെ വിട്ടെങ്കിലും ഞങ്ങളുടെ ക്ഷേമം അന്വേഷിക്കാനെ വിടുന്നത്. പക്ഷെ ഇപ്പോഴും അവരുടെ ഒരു ശബ്ദം പോലും കേൾക്കുന്നില്ലല്ലോ. ഇത് ഞാൻ തന്നെ അങ്ങോട്ട് പോയേക്കാം. സഹോദരന്മാർക്ക് വലിയ സന്തോഷമാണ്. ആമേൻ, ഹല്ലേലൂയ, ഹല്ലേലൂയ. സഹോദരന്മാർക്ക് വലിയ ആനന്ദ ഭാവമെന്ന് കണ്ടോണ്ട് ദാവീദ് സഹോദരന്മാരുടെ അടുക്കലേക്ക് ഓടിപ്പോയി. ആമേൻ. ഡാഡിയിൽ ഒരു ഭാവത്തേക്ക് ഒതുക്കിക്കൊണ്ട് തന്റെ സഹോദരന്മാരെ കണ്ടിട്ട് വേഗം പോയി വേഗം വരാമെന്ന് കണ്ട് പോകുമ്പോൾ തന്നോട് ചെന്ന് എത്തിയപ്പോൾ സഹോദരന്മാരെല്ലാം പറയാ, എടാ എടാ നീ പോടാ, എടാ 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 നീ പോ നീ പോ നീ പോ നീ പോ നീ എന്തിനാ ഇവിടെ വന്ന്? ഞങ്ങളെ കണ്ടല്ലോ, അങ്ങനുണ്ട്, ഞങ്ങൾ വണ്ണമൊക്കെ വെച്ചേക്കുന്നു. അമ്മ ഹല്ലേലൂയ, ഹല്ലേലൂയ. എന്റെ മമ്മി ഗുജറാത്തിലാണ്. എന്റെ മമ്മി എന്നെ വിളിക്കുമ്പോഴൊക്കെ പറയും, മോനെ നീ വണ്ണം വെച്ചോ. അമ്മ ഹല്ലേലൂയ. എന്റെ ഷേപ്പ് നോക്കിയോ, വണ്ണം വെച്ചോന്നാ? ഇല്ല. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അമ്മ ഹല്ലേലൂയ, ഹല്ലേലൂയ. അതുപോലെ ഈ സഹോദരന്മാർ ദാവീദിനോട് പറയാ, ഞങ്ങൾ നന്നായിട്ടൊക്കെ ഇരിക്കുന്നല്ലോ, അതുകൊണ്ട് നീ കണ്ടല്ലോ, ഞങ്ങളെ കാണാനല്ല നീ വന്നേ, നീ അങ്ങ് പോയിക്കൊള്ളാൻ പറഞ്ഞു. അവൻ പോകാനൊരു സ്റ്റെപ്പ് വെച്ചപ്പോ ഒരു ശബ്ദം, ഇസ്രായേലിന്റെ ദൈവമാവുന്ന യഹോവയെ ഒരുത്തൻ വെല്ലുവിളിക്കുന്നു. ഇസ്രായേലിന്റെ ദൈവമാവുന്ന യഹോവയെ ഒരുവൻ വെല്ലുവിളിക്കുന്നു. ആമേൻ. കേൾക്കണോ? ദാവീദിനെയോ ദാവീദിന്റെ അപ്പനോ ദാവീദിന്റെ അമ്മയോ ആയിരുന്നെങ്കിൽ ദാവീദിനെ ക്ഷമിക്കാം. എങ്കിൽ എല്ലാത്തിനെയും നിർമ്മിച്ച യഹോവയുടെ നാമത്തിലാണ് ഹല്ലേലൂയനെതിരായി നിൽക്കുന്നത്. അത് ദാവീദിനെ സഹിക്കുകയില്ല. ആമേൻ, ഹല്ലേലൂയ. എങ്കിൽ ഇന്നത്തെ ദൈവമക്കൾ അതിന്റെ ഓപ്പോസിറ്റാണ്. അവരെ പറഞ്ഞാലുള്ള അവർക്ക് കുഴപ്പം. ഹല്ലേലൂയ. ദൈവത്തെ പറയുവാണെങ്കിൽ പറയാം, ദൈവത്തിനെയല്ല പറഞ്ഞേ, നമുക്കൊരു കുഴപ്പമില്ല എന്നേ പറയുകയുള്ളൂ. എങ്കിൽ ദാവീദ് അങ്ങനെയല്ല, അവനൊരു ദാഹമുണ്ട്. ആമേൻ, ആമേൻ, ഹല്ലേലൂയ. അവനൊരു ഉറപ്പുണ്ട്. യഹോവ ഉള്ളതുകൊണ്ടാ ഞാൻ ഇത്രയും വന്നത്. ഹല്ലേലൂയ. യഹോവ ഉള്ളതുകൊണ്ട് എന്റെ സഹോദരന്മാരില്ല ഹല്ലേലൂയ രാജാവിന്റെ ജോലിക്കാരായതും ഞാൻ അല്ലെങ്കിൽ ആടുകളെ മേയ്ക്കുന്ന ഒരു ഇടയനായതും അതിനെല്ലാത്തിനും കാരണം യഹോവ ഒരുത്തനുള്ളത് കൊണ്ടാണ്. ആമേൻ. അപ്പനമ്മ അവനെ മറന്നപ്പോൾ അവനെ ഓർത്തത് ആരുടെ കൃപയാ? ആമേൻ, യഹോവയുടെ കൃപയാ. ഹല്ലേലൂയ. ആമേൻ. ആ യഹോവയുടെ കൃപ ഒരിക്കലും ദാവീദിനെ മറക്കുവാൻ കഴിയില്ല. ആമേൻ. ദൈവ പൈതലേ, ഹല്ലേലൂയ. യഹോവയെല്ലാം നിനക്കൊരു ദൈവമില്ല. ആമേൻ. നിന്റെ പ്രതികൂലത്തിന്റെ നടുവിൽ, നിന്റെ പ്രതിസന്ധികളുടെ നടുവിൽ നിന്നെ വിടിവെച്ച ദൈവമല്ലാതെ നിനക്കൊരു ദൈവമില്ല. ആമേൻ. ഇങ്ങനെ ദാവീദിന്റെ അനുഭവസാക്ഷ്യം എഴുതി വെച്ച സഹോദരന്മാർ, സിംഹത്തെ അടിച്ചു കൊല്ലുവാൻ ആമേൻ ഹല്ലേലൂയ ദാവീദിന് അഭിഷേകം കിട്ടി. ആമേൻ. സിംഹത്തെ അടിച്ചു കൊന്നെങ്കിൽ എന്തായാലും സിംഹത്തിന്റെ അപ്പുറമൊന്നും ഗോലിയാത്ത് വരാൻ പോകുന്നില്ല. ആമേൻ. സിംഹത്തിന്റെയും കരടിയുടെയും ശക്തി ഒന്നും ഗോലിയാത്തിന് കിട്ടാൻ പോകുന്നില്ല. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കരടിയെ വലിച്ചു കയറി സിംഹത്തെ അടിച്ചു കൊന്നു. അതാണ് കർത്താവിന്റെ അഭിഷേകം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ആമേൻ. അനുഭവസാക്ഷ്യങ്ങൾ നിരത്തി വെച്ചപ്പോ സഹോദരന്മാർ പറഞ്ഞു, ഞങ്ങൾക്കൊന്നും പറയാൻ പറ്റത്തില്ല, നീ രാജാവിന്റെ അടുക്കലേക്ക് ചെല്ലെന്നും പറഞ്ഞ് രാജാവിന്റെ സന്നദ്ധിലേക്ക് അവനെ കൊണ്ടുപോയി. രാജാവ് സിംഹാസനത്തിൽ ഇരുന്നുകൊണ്ട് പറയുക, എടാ നീ പോ, നിന്റെ വീട്ടിൽ പോ. സഹോദരന്മാർ നോക്കി ചിരിച്ചിട്ട് പറഞ്ഞു, ശരിയല്ലേ, നിന്റെ ആടുകൾ എന്തിയേ, നീ പോയി നിന്റെ ആ ഡ്യൂട്ടി ചെയ്.
എന്തോ നീ കാണിക്കുന്ന എന്നൊക്കെ പറഞ്ഞു എന്നെ ഓടിക്കാൻ പോകുന്നു. ദാവീദ് പറഞ്ഞു, ഇല്ല ഇല്ല ഇല്ല, ഞാൻ ഗോലിയാത്തിനെ ജയിച്ചിരിക്കും. ആമേൻ, ഹല്ലേലൂയ. ദാവീദിനറിയാം യഹോവയുടെ ശക്തി ദാവീദിന്റെ മേൽ ഉണ്ടെന്ന്. ആമേൻ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അതുകൊണ്ട് ദാവീദിനറിയാം ദാവീദിന് ഒരു വിജയമുണ്ട്. ആമേൻ. ധൈര്യത്തോടെ, വീര്യത്തോടെ ദാവീദ് ശൗലിനോട് പറഞ്ഞപ്പോൾ ശൗല് പറഞ്ഞു, നിനക്ക് വല്ലതും പറ്റിയ നിന്റെ നേരെയല്ല അപ്പനമ്മമാർ വരുന്നത്, നിന്നെ കൊന്നെന്നും പറഞ്ഞ് ശൗൽ രാജാവിനോട് യുദ്ധത്തിന് വരുമെന്ന് പറഞ്ഞു. ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവവൈതലേ, ഹല്ലേലൂയ. ദാവീദ് ഉറപ്പോടും ധൈര്യത്തോടും പറഞ്ഞു, ഇല്ല, വന്നോട്ടെ വന്നോട്ടെ, ഹല്ലേലൂയ. അതിന് ഞാൻ തോറ്റിട്ട് വേണ്ടേ അവർ വരുന്നത്. ആമേൻ. എനിക്കൊരു വിജയമുണ്ട്, എനിക്കൊരു വിജയമുണ്ട്. ആമേൻ. ദൈവവൈതലേ, നിന്റെ വിശ്വാസത്തിലറിയും പ്രവർത്തിക്കുന്നത്. നിനക്കത് കഴിയത്തില്ലെങ്കിലും കഴിയുമെന്ന് പ്രാർത്ഥിക്കുന്നതിലാണ് പ്രത്യേകത. ഹല്ലേലൂയ, ഹല്ലേലൂയ. നിന്നെ കൊണ്ട് സാധിക്കത്തില്ലെങ്കിലും സാധിക്കുമെന്ന് പറയുന്നതിൽ അതിൽ പ്രത്യേകത. ആമേൻ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ആമേൻ. എല്ലാവരും ഭയങ്കര പ്രാർത്ഥനയോടായിരിക്കും. എല്ലാവർക്കും ഭയങ്കര പ്രാർത്ഥനയോടെ. ഹല്ലേലൂയ. നല്ല പ്രാർത്ഥനയോടെ, നല്ല പ്രാർത്ഥനയോടെ. ആമേൻ. അങ്ങനെ ദാവീദ് പറഞ്ഞു, ഞാൻ ചെല്ലുമെന്ന് പറഞ്ഞു. ശൗല് ദാവീദിന്റെ അത്ര നീളമുള്ള ശൗലിന്റെ രാജവസ്ത്രപ്പെടുത്ത് ദാവീദിന്റെ കൊടുത്തു. ആമേൻ, ഹല്ലേലൂയ. ദാവീദ് ഇങ്ങനൊരു ചെക്ക് ദാവീദ് ഉരുണ്ടിട്ട് ആളിരുന്നു. ആമേൻ. ദാവീദിനെ എടുക്കാനുള്ള ശേഷിയില്ല. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവജനമേ, അഭിഷേകമില്ലാത്തവന്റെ വസ്ത്രം ധരിച്ചാൽ നിന്റെ ഉള്ള അഭിഷേകം കൂടെ പോകും. ഹല്ലേലൂയ. അഭിഷേകം അല്ലെങ്കിൽ നഷ്ടപ്പെട്ടു പോയവന്റെ വസ്ത്രം ധരിച്ചാൽ നിന്റെ ഉള്ള അഭിഷേകം കൂടെ പോകും. ഹല്ലേലൂയ. എങ്കിൽ ദൈവത്തിലെ സ്വർഗം വന്നിട്ടുള്ള അഭിഷേകമുള്ള വസ്ത്രം ധരിച്ചുകൊണ്ട് പോയി കഴിഞ്ഞാൽ ഗോലിയാത്തിനെ തലയെ തകർക്കുവാനായി ഒരു അഭിഷേകം നിന്റെ മേലുണ്ട്. ഗോലിയാത്തിനെ തകർക്കുന്ന ഒരു അഭിഷേകം നിന്റെ മേലുണ്ട്, ഉണ്ട്, ഉണ്ട്. കാര്യങ്ങൾ തട്ടിക്കൊണ്ട്, കാര്യങ്ങൾ തട്ടിക്കൊണ്ട് ശത്രുവിന് ഞാൻ ചെല്ലാൻ പോകുക. ഗോലിയാത്തിനെ ഞാൻ തകർക്കാൻ പോകുക. ഹല്ലേലൂയ. ശത്രുവിനെ കാര്യത്തിന് ഹല്ലേലൂയ താഴെയാക്കാൻ പോകുക. വിശ്വാസത്തോടെ ഹല്ലേലൂയ. യുദ്ധം ചെയ്യുന്ന കുറേ പുലിയോടല്ല, ശത്രുവിനോടാ. ആമേൻ, ഹല്ലേലൂയ. ഒരു ചെറിയ മീറ്റിംഗ് അല്ലിത്. പിന്നെയോ ഒരു അനുഗ്രഹത്തിന്റെ ഹല്ലേലൂയ സ്വർഗീയ അഗ്നി ഇറങ്ങുന്ന ഹല്ലേലൂയ ദൈവജനങ്ങൾ കണ്ണുനീരൊഴിച്ച് പ്രാർത്ഥിക്കുമ്പോൾ വിടുതൽ ഇറങ്ങി വരുന്ന ഒരു ടൈമായത്. നിന്റെ പ്രശ്നങ്ങൾ ഒഴിച്ച് നീക്കുന്ന ഒരു ടൈമായത്. ഹല്ലേലൂയ. ദൈവപൈതലേ, നിന്റെ അവന്റെ വിഷയം പറയുന്ന ഒരുവനുണ്ട്. ഹല്ലേലൂയ. രാവിലെ ചിന്തവരാണോ നിങ്ങൾ വന്നിരിക്കുന്നത്? നമ്മുടെ വിഷയം പറയുന്ന ഒരുവനുണ്ട്. ഹല്ലേലൂയ. അങ്ങനെ ദാവീദ് പറഞ്ഞാൽ പോവെന്ന് പറഞ്ഞപ്പോ ശൗലിനെക്കാളിലും നീളമുള്ള ഒരു വാളെടുത്തു കൊടുത്തു. മിക്കവാറും ദാവീദ് അതുകൊണ്ട് പോയി കഴിഞ്ഞാ ഗോലിയാത്ത് ഇനി താമോനെ ആ വാളെന്നും പറഞ്ഞ് ദാവീദിന്റെ തല കണ്ടിച്ചു താഴെ. ആമേൻ. ആകെ ഗോലിയാത്തിന്റെ ഒരു കാലിനെ മുട്ടുവരെയുള്ള ചെറിയ. ആമേൻ. അവനെ കൊണ്ട് ഒന്നും സാധിക്കാൻ പോകുന്നില്ല. ഹല്ലേലൂയ, ഹല്ലേലൂയ. ആമേൻ, ആമേൻ, ഹല്ലേലൂയ. അങ്ങനെ
വാളെടുത്ത് കൊടുത്തപ്പോൾ പറഞ്ഞു, ഇത് എനിക്ക് വേണ്ട. കാരണം അഭിഷേകമില്ലാത്ത വാൾ അവന് വേണ്ട. ആമേൻ. സ്വർഗം കൊടുത്ത അഭിഷേകമുള്ള വാൾ അവന്റെ വേറെ ഇരിപ്പുണ്ട്. വേറൊരു പുത്തൻ വാൾ അവന്റെ കയ്യിൽ ഇരിപ്പുണ്ട്. അതിന്റെ കൂടെ അഭിഷേകമില്ലാത്ത ഒരു വാൾ അവനില്ല. ഒരു വാൾ അവനില്ല. സ്വർഗം കൊടുത്ത അഭിഷേകത്തിന്റെ വാളല്ലാതെ അവന് വേറെ അഭിഷേകമില്ലാത്ത ഒരു വാളില്ല. ആമേൻ. ഇങ്ങനെ അതും വേണ്ടെന്ന് പറഞ്ഞ് ദാവീദ് പോയി. ശൗല് പറയാ, അപ്പം മിക്കവാറും തോട്ടി തൊപ്പിയിട്ടിട്ട് വരുമെന്ന്. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. സ്വന്തം നിന്നെ നോക്കി കളിയാക്കും എങ്കിൽ ദൈവജനമേ അവരെ നോക്കി നീ ചിരിക്കുക. ഹല്ലേലൂയ. നീ പറയണം, ശത്രുവിന് തോൽവി, തോൽവി, തോൽവി. എനിക്ക് വിജയം, എനിക്ക് വിജയം, എനിക്ക് വിജയം. എന്റേതാ വിജയം, എന്റേതാ വിജയം, എന്റേതാ വിജയം. ഹല്ലേലൂയ. ദാവീദ് തോട്ടിൽ മുങ്ങിക്കിടന്ന 5 കല്ലെടുത്തു. 5 കല്ല് തോട്ടിൽ മുങ്ങിക്കിടന്ന. അരുവി കൂടെ പോയപ്പോ കിട്ടിയതല്ല. ഇപ്പൊ തോട്ടിൽ മുങ്ങിക്കിടന്നെന്ന് നമ്മൾ കരുതി കഴിഞ്ഞാൽ അതിനകത്ത് വെള്ളം കാണും. ഇല്ലെങ്കിൽ തോട്ടിൽ കിടന്ന കല്ലാണെന്നല്ലേ പറയുന്നുള്ളൂ. എങ്കിൽ അത് മുങ്ങിക്കിടന്നെങ്കിലേ, മുങ്ങിക്കിടന്ന ബോട്ട് മുങ്ങിപ്പോയി. അപ്പൊ അതിനകത്ത് വെള്ളമില്ലെങ്കിൽ പിന്നെ എങ്ങനെ ബോട്ട് യാത്ര ചെയ്യുന്നതന്നെ? വെള്ളത്തിനല്ലേ അകത്ത് മുങ്ങിക്കിടന്നതല്ലേ. പോട്ടെ, ദാവീദിന് ഒത്തിരി എതിരുണ്ട്. ആ എതിരുള്ളവർ വൈരാഗ്യത്തിന് വെച്ച് എറിഞ്ഞപ്പോ കിട്ടിയ കല്ലല്ല, ഗിഫ്റ്റ് കൊടുത്ത കല്ലല്ല. നല്ല ഒന്നാന്തരം മിനിസുള്ള കല്ലല്ലേ. അത് ഗിഫ്റ്റ് കൊടുത്ത കല്ലല്ല. അവന്റെ ഡ്യൂട്ടിയൊക്കെ വനാന്തരങ്ങളിലല്ലേ. വനാന്തരങ്ങളിൽ ആമേൻ അല്ലല്ല കിട്ടിയ കല്ലല്ല. പിന്നെ തോട്ടിൽ മുങ്ങിക്കിടന്ന കല്ലേ. മുങ്ങിക്കിടന്ന കല്ലേ. ആരെങ്കിലും മുങ്ങിക്കിടന്ന കല്ല് ഉപയോഗിക്കാറുണ്ടോ? അതിനകത്ത് മുങ്ങി 2, 3, 4, 5 കല്ല് കിടപ്പുണ്ട് എന്ന ആൾക്കാർക്ക് പറയാൻ പറ്റുമോ? എങ്കിലും മറഞ്ഞു കിടക്കുന്ന ചില മർമ്മങ്ങളെ കുഞ്ഞു ബാലനായി ദാവീദിനെ വെളിപ്പെടുത്തി കൊടുത്തു. ഹല്ലേലൂയ. പറയാം, മുങ്ങിക്കിടന്ന കല്ല എന്താ? മുങ്ങിക്കിടന്ന കല്ലല്ല, വേറെ 1-ാം കല്ല അവൻ എടുക്കരുതോ? മുങ്ങിക്കിടന്ന കല്ല അതിന്റെ അർത്ഥം സ്നാനപ്പെട്ട കല്ല്. സ്നാനപ്പെട്ട കല്ല്, വിദേശമുള്ള കല്ല്, രക്ഷിക്കപ്പെട്ട കല്ല്, അഭിഷേകം പ്രാപിച്ച കല്ല്. അതിനെ 5 എടുത്തുള്ളൂ, 1000 എടുത്തില്ല. ഹല്ലേലൂയ. ഉറപ്പോടെ ധൈര്യത്തോടെ നീക്കുന്ന ദൈവമക്കളെ, നീ 5 എണ്ണം മതി അനുഗ്രഹത്തിന്. 1000 എണ്ണം വേണ്ട. ഹല്ലേലൂയ, ഹല്ലേലൂയ. അനുഗ്രഹത്തിന് വേണ്ടി ദാവീദ് 5 കല്ലെടുത്ത് അവിടെ നിന്ന് ഗോലിയാത്തിന് സംശയം തോന്നാതിരിക്കാൻ അവിടെ വെച്ചേ വലിച്ചെറിഞ്ഞു. അവൻ എറിയാന്നുള്ള ശീലമുണ്ട്. ചിലപ്പോ എറിഞ്ഞ് കൊണ്ടില്ലെങ്കിൽ ദാവീദിനെ കൊല്ലത്തില്ലേ. അതുകൊണ്ട് ദൂരത്തിൽ നിന്ന് എറിഞ്ഞു. ഇല്ല, അവന്റെ അടുക്കൽ തന്നെ പോയി. കാരണം അവനൊന്ന് കാണണം ദാവീദിനെ. എന്നാൽ ഗോലിയാത്തിന്റെ ഒരു കൈയുടെ അത്രയുമില്ല ദാവീദ്. ഗോലിയാത്തിന്റെ ഒരു കുഞ്ഞു വിരലിന്റെ അത്രയുമില്ല ദാവീദ്. ഹല്ലേലൂയ. എങ്കിൽ ദാവീദ് തന്റെ ഇടയ സഞ്ചിക്കകത്ത് ഈ 5 എണ്ണത്തിനെ കേട്ടിരുന്നു. അതെന്നാ ഇടയ സഞ്ചി? സഭാഹാള്. ഇതുപോലെയുള്ള ഒരു സഭാഹാളിനകത്ത് 5 എണ്ണത്തിനെ കേട്ടിരുന്നു. ഇത്രയും ജനമില്ലായിരുന്നു. 1 ഇവിടെ, 2 ഇവിടെ, 3 അവിടെ, 4 അവിടെ, ഏറ്റവും പുറകെ വരണം 5 എണ്ണം ഉള്ളായിരുന്നു. വിശ്വാസത്തോടെ നിന്നെ 5 എണ്ണം ഉള്ളായിരുന്നു. ചിലരൊക്കെ നായക്കളെ വല്ല ഓടിക്കാനായിട്ട് 1000 കല്ല് എറിയുന്നത്, എടുത്തോണ്ട് വരുന്നത്. കാരണം എന്താ? ഒന്ന് കൊണ്ടില്ലെങ്കിൽ പിന്നെ അതിന്റെ പുറകെ വേറെ ഒന്നും അറിയണ്ടായോ? അല്ലെങ്കിൽ അത് അതിനെ കഴിച്ചു കയറത്തില്ലേ? എങ്കിൽ ദാവീദിനെ നല്ല ഉറപ്പുണ്ട്, 5 എണ്ണം മതി. വിശ്വാസത്തോളം 5 എണ്ണം മതി. വൈകില്ലേ? എന്തിനാ നീ ഭാരപ്പെടുന്നേ? വിശ്വാസത്തോടുള്ള 5 എണ്ണം മതി. കായിക തട്ടി കാലികൾ തട്ടിക്കൊണ്ട് വിശ്വാസത്തോടെ കർത്താവിനെ സ്തുതിക്കുന്നു. 5 എണ്ണം മതി പിടിക്കുന്നത്.
നമുക്കെല്ലാം ഉറച്ചത്തിന് അല്ലേ പറയാം. നിങ്ങളുടെ കാല് കാണിച്ചോ, കാല് കാണിച്ചോ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഒരു മിനിറ്റ് വേണം. ഹല്ലേലൂയ. മുഖത്ത് സന്തോഷം വന്നു. കാരണം എന്താ, ദൈവജനങ്ങളെ സങ്കടപ്പെടുത്തുവാനായി മുന്നിലൊരു എരിഹോ മതിൽ ഇടിഞ്ഞു വീണ് കഴിഞ്ഞപ്പോൾ ദൈവജനങ്ങൾക്ക് സന്തോഷം വന്നു. ഹല്ലേലൂയ. എല്ലാവർക്കും ദിവസം തീരുന്നു. ഹല്ലേലൂയ. ഇതും പറഞ്ഞ 1.5 മണിക്കൂർ എന്നാ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ആമേൻ, ഹല്ലേലൂയ. ദാവീദ് അങ്ങനെ അഭിഷേകത്താലെ ഗോലിയാത്തിന്റെ മുന്നിലേക്ക് ചെന്നു. ഗോലിയാത്ത് നോക്കിയപ്പോൾ ഗോലിയാത്തിന്റെ ഒരു ചവിട്ടേ ഉള്ളൂ. ദാവീദ് താഴെ വീഴാൻ. ഗോലിയാത്തിന്റെ മുന്നിൽ ദാവീദ് കാണാനും പൊക്കത്തിലും വണ്ണത്തിലും ചെറുതാ. എങ്കിൽ ഗോലിയാത്ത് അഭിഷേകത്താൽ നോക്കിയപ്പോൾ ഗോലിയാത്ത് താണവനാണ്. ദാവീദ ഉയർത്തിയ അഭിഷേകം. ഹല്ലേലൂയ. ഗോലിയാത്ത് നോക്കിയപ്പോൾ ആമേൻ സൗന്ദര്യത്തിലും പൊക്കത്തിലും വണ്ണത്തിലും നീളത്തിലും എല്ലാത്തിലും നോക്കിയപ്പോൾ ഗോലിയാത്ത് ഏറ്റവും മുന്നിൽ. എങ്കിൽ യുദ്ധം ചെയ്യേണ്ട അഭിഷേകം നോക്കിയപ്പോൾ ഗോലിയാത്ത് തോറ്റു നിൽക്കുകയാണ്. ആമേൻ. അഭിഷേകത്താൽ ദാവീദ മുന്നില്. ദൈവത്തെ വിളിക്കുന്ന ഒരു കുഞ്ഞു പൈതലാണോ നീ? നിന്റെ മേലെ അഭിഷേകം, നിന്റെ മേലെ അഭിഷേകം, നിന്റെ മേലെ കർത്താവിന്റെ ശക്തി. ദാവീദ് ഒരു കല്യാണം എടുത്തു, ഒരൊറ്റ കല്യാണം എടുത്തേ ഉള്ളൂ. ഇല്ല, ഈ 5 കല്യാണങ്ങൾ എടുത്ത ആരാധനാലയം കാലിയാ. പുറകിൽ പ്രാർത്ഥിക്കാൻ ഒരു മനുഷ്യനില്ല. പുറകിൽ പ്രാർത്ഥിക്കുന്നില്ലേ ഒരു വിടുതലുള്ളൂ. ഇതിവിടെ കുറെ അനുഗ്രഹം പ്രവർത്തിച്ചത് എന്താ? പുറകിൽ പ്രാർത്ഥനയുണ്ട്. പുറകിൽ പ്രാർത്ഥനയുണ്ട്. അവിടെ കിടന്ന് പുറകിൽ കിടന്ന് കണ്ണുനീരൊഴിക്കുക. അതാ ഇതിന്റെ പ്രതിഫലം. ഹല്ലേലൂയ, ഹല്ലേലൂയ. നമുക്ക് ചോദിക്കാം, റൊണാൾഡോ പങ്കെടുത്ത് സ്റ്റേജ കയറി നിൽക്കുമ്പോൾ അല്ലൂല അതിനൊക്കെ കാരണമല്ല, പുറകി പാവപ്പെട്ട അമ്മച്ചുമാരിന്ന് കരയുന്നുണ്ട്. ഹല്ലേലൂയ. ഇന്ന് പ്രാർത്ഥിക്കുന്നുണ്ട്. അതിനാ ഇതൊക്കെ കാരണം. ഹല്ലേലൂയ. 4 അവിടെ നിന്ന് പ്രാർത്ഥിക്കുമായിരുന്നു. എല്ലാ സഭ ചർച്ചയുമില്ലായിരുന്നു. നീ PC, നീ വർത്തോമ, ഞാൻ യാക്കോബ. അതിനെക്കാളും വലിയ ദീപ്. ഞാൻ റോമക്കത്തോലിക്കൻ. നിന്നെക്കാളും മുന്നിലാണ് ഞാൻ റോമക്കത്തോലിക്കൻ. എന്ന് പറയുമല്ലായിരുന്നു 4 പേര് കൂട്ടിയിരുന്ന് പ്രാർത്ഥിക്കുമായിരുന്നു. ഈ 4 പല സഭക്കാരാ. എങ്കിലും ആ സവരാഷ്ട്രീയമല്ലായിരുന്നു. ആമേൻ. അഭിഷേകമുള്ള ദാവീദിന്റെ അടുക്ക് എത്തിയപ്പോൾ ദാവീദ് പറഞ്ഞു, മക്കളെ നീ ഇനി എല്ലാരും പല സഭക്കാരാകണ്ട, ഒരൊറ്റ സഭക്കാരാകണം. ആ പേരത്രേ മണവാട്ടി സഭ. മണവാട്ടി സഭയിലെ അംഗങ്ങളാണ് നമ്മളെല്ലാവരും. നമ്മളെല്ലാരും എന്ന് പറയാൻ കഴിയുകയില്ല. എല്ലാരും ഒന്നും സ്വർഗത്തിൽ പോകുന്ന സംശയം തന്നെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഒരു ബോർഡും സ്വർഗത്തിൽ വെച്ചിട്ടില്ല. IPC ഒന്നുമില്ല, ATM ഇല്ല, ചർച്ചകോടൊന്നുമില്ല, TPM ഒന്നുമില്ല. വിശുദ്ധിയും വേർപാടോടെ ഏത് ആൾക്കാരൊക്കെ ജീവിക്കുന്നു അവനെ എല്ലാത്തിനെയും കൂടെ കൂട്ടി ഒരു ഒറ്റ സഭയാക്കും. ആ സഭയുടെ പേരാണ് മണവാട്ടി സഭ. മണവാട്ടി സഭ, മണവാട്ടി സഭ, മണവാട്ടി സഭ. മണവാട്ടി സഭയിൽ 4 പേരേ ഉള്ളൂ. അതുപോലെ മണവാട്ടി സഭ 1000 കാണത്തില്ല.
വെറും 4 കാണത്തുള്ളൂ കേട്ടോ ദൈവമേ. ഹല്ലേലൂയ. കണ്ണുനീരോടിന്ന് പ്രാർത്ഥിക്കുക. ദൈവമേ നിന്റെ ദാസൻ പോയിരിക്കും. നിന്റെ ദാസന്റെ പോക്കുവരവിന്റെ വേണ്ടി കൂടെ ഇരിക്കണമേ. ആ ദുഷ്ടനായിരിക്കുന്ന ഗോലിയാത്തിന്റെ തലയെ ദൈവമേ നീ തകർത്തി വിടണമേ. ഹല്ലേലൂയ. ഞങ്ങൾക്ക് ജയം എന്ന് പറഞ്ഞുകൊണ്ട് ഈ 4 പേർ നിൽക്കുമ്പോൾ ദാവീദ് തന്റെ അഭിഷേകം ഉപയോഗിച്ച് നേരെ ഒരൊറ്റ എറിഞ്ഞു. ഹല്ലേലൂയ. അത് ചെന്ന് കൊണ്ടത് അവന്റെ നെറ്റിക്ക് തന്നെ. ഏറ്റവും ആദ്യമായിട്ട് ഹെൽമെറ്റ് വെച്ചാരാ? ഹെൽമെറ്റ് വെച്ചാരാ? ഗോലിയാത്ത് മിടുക്കന്മാർ. ആരാ പറഞ്ഞത്? ഓ മിടുമിടുക്കൻ. ഹല്ലേലൂയ. ആമേൻ. ഇന്നത്തെ കൊണ്ട് കണ്ണാടിയുള്ള ഹെൽമെറ്റ് അല്ല, അതുപോലെ തന്നെ അന്നത്തെ ഹെൽമെറ്റ്. ഹല്ലേലൂയ. ദേഹം മുഴുവൻ ഇരുമ്പുകൊണ്ട് മറച്ചിരിക്കുക. ഏതമ്മിലും വീഴാലും പുള്ളിക്കാരന് ഒരു കുഴപ്പവും ഇല്ല. പക്ഷെ പുള്ളിക്കാരന് കുഴപ്പമുള്ളത് നെറ്റി ഇത്രയും ഭാവമേ ഉള്ളായിരുന്നു. ദൈവത്തിനെ പറ്റിക്കാന്നും പറഞ്ഞ് നീ എല്ലാം മൂടിക്കൊണ്ട് വന്നാലും ദൈവത്തിന്റെ അടുക്കം നിന്റെ കളി നടക്കത്തില്ല. ദൈവത്തിന്റെ അടുക്കം നിന്റെ കളി നടക്കത്തില്ല. ഹല്ലേലൂയ. ഹല്ലേലൂയ. ദൈവം എന്നാണ് കാണിച്ചല്ലെന്ന് പറഞ്ഞ് ദൈവത്തിന്റെ അടുക്ക പോയാലേ നിന്റെ കളി കർത്താവിന്റെ അടുക്ക നടക്കത്തില്ല. നിന്റെ കളി പ്രസിഡന്റിന്റെ അടുക്ക നടക്കും. എങ്കിൽ പ്രസിഡന്റിനെ നിർമ്മിച്ച കർത്താവിന്റെ അടുക്ക നിന്റെ കളി നടക്കത്തില്ല. ദൈവത്തിന് കൂടുതലൊന്നും വേണ്ട. നിന്റെ ഒരു പൊടി ഭാഗം മതി കളിക്കാൻ ദൈവത്തിന്. ഹല്ലേലൂയ. ഹല്ലേലൂയ. ഒരിച്ചിരി ഭാഗം മതി നേടിയെടുക്കാൻ. ഹല്ലേലൂയ. അങ്ങനെ നേരെ വന്ന് ഇവിടെ തന്നെ ഉണ്ട്. ദാവീദ് ആടിനെ കണ്ടപ്പോൾ വിചാരിച്ചു, ദൈവമേ എല്ലാം മറച്ചു വെച്ചിരിക്കുക, എവിടാ എറിയേണ്ടതെന്ന് ഒരു ചിന്ത ചോദിച്ചപ്പോൾ ദൈവം പറഞ്ഞു, എന്തിനാണ് ഈ വിഷം വയ്ക്കുന്നത്? നേരെ അവനെ നെറ്റിക്കോട്ടെണ്ണം കൊടുത്തേക്കാൻ പറഞ്ഞു. നെറ്റിക്ക് കൊണ്ടുവന്നു. വീണു. അവൻ ഗമന്നടിച്ച് താഴെ വീണു. ദാവീദ് ഓടി വന്നു ഗോലിയാത്തിന്റെ വാളെടുത്ത് തന്നെ ഗോലിയാത്തിന്റെ തല അറത്തുകൊണ്ട് ശൗൽ രാജാവിന്റെ മുന്നിൽ കൊണ്ടുവന്ന് വെച്ചു. ഇങ്ങനെ ഇരിക്കുന്ന ശൗലിന്റെ തലയിൽ ഇങ്ങനെ കൊണ്ട് കാണിച്ചപ്പോൾ ശൗലിന്റെ തല സന്തോഷമായി ഇങ്ങനായിരുന്നു. ഹല്ലേലൂയ. ഹല്ലേലൂയ. തലകുരിച്ചിരിക്കുന്ന ശൗലിനെ കൊണ്ടല്ല ദൈവത്തിന്റെ പ്രവൃത്തി. ശൗലിനെ മുതൽ ശൗലിനെ കൊണ്ടല്ല ദൈവത്തിന്റെ പ്രവൃത്തി. ഹല്ലേലൂയ. ആരാലും വധിക്കപ്പെട്ട ഒരു ചെറിയ ബാലനായ നിന്നെ കൊണ്ടാ ദൈവത്തിന്റെ പ്രവൃത്തി. നിന്നെ കൊണ്ടാ ദൈവത്തിന്റെ പ്രവൃത്തി. നിന്നെ കൊണ്ടാ ദൈവത്തിന്റെ പ്രവൃത്തി. ഹല്ലേലൂയ. ആമേൻ. ഹല്ലേലൂയ. ആമേൻ. ഹല്ലേലൂയ. ഹല്ലേലൂയ. ആമേൻ. എല്ലാവരും ബാങ്ക് എടുത്ത് തോളത്തിട്ട് റെഡി ആയിക്കൊണ്ടിരിക്കുക. ആമേൻ. ഹല്ലേലൂയ. 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 എന്റെ ശുശ്രൂഷ നേരത്തെ കണ്ടിട്ടുള്ള വളരെ ചുരുക്കമേ ഉള്ളൂ. ആമേൻ. ഹല്ലേലൂയ. മാക്സിമം ടൈം എന്ന് പറയുന്നത് 3 മണിക്കൂറാ. ഹല്ലേലൂയ. 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 ആമേൻ. ഹല്ലേലൂയ. ഗോലിയാത്തിന്റെ തല താഴെ വീഴ്ത്തുവാൻ ഹല്ലേലൂയ കഴിഞ്ഞത് ശൗലിനെ കൊണ്ടല്ല, പിന്നെയോ ദാവീദിന്റെ അഭിഷേകം കൊണ്ടാണ് ഗോലിയാത്തിന്റെ തല താഴെയിട്ടത്. ദൈവവേദിലെ നിന്റെ കയ്യിലുള്ള അഭിഷേകം ഇച്ചിരി ഉള്ളെങ്കിലും ഗോലിയാത്തിനെ താഴെയിടുമ്പോൾ പറ്റിയ അഭിഷേകമാണ് നിന്റെ കയ്യിലുള്ളത്. സിംഹത്തിനെ അടിച്ചു കൊല്ലാൻ കഴിയുമുള്ള ഒരു അഭിഷേകമാണ് നിന്റെ കയ്യിലുള്ളത്. കരയെ വലിച്ചു തരുവാൻ പറ്റിയ അഭിഷേകമാണ് നിന്റെ കയ്യിലുള്ളത്.